ശിവസ്മൻ ചാനലിലേക്ക് സ്വാഗതം. ചാനലിൻ്റെ എപ്പോഴുമുള്ള വീഡിയോ പോലെ തന്നെ ഇതും ഒരു 5 മിനിറ്റിൻ്റെ ചെറിയ വീഡിയോ. അപ്പോൾ നമ്മുടെ അട്ടപ്പാടി യാത്രയിൽ നമ്മുടെ തൃശ്ശൂർ തൊട്ട് അട്ടപ്പാടി ചുരം വരെയുള്ള ഭാഗങ്ങളാണ് കഴിഞ്ഞ വീഡിയോയിൽ. ചുരം എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങളുടെ സ്റ്റാർട്ടിങ്, അതായത് ഈ ഭാഗങ്ങൾ ചുരം കയറി തുടങ്ങി കിട്ടുന്ന ഭാഗങ്ങൾ. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വീഡിയോൻ്റെ തുടർച്ചയാട്ടത്. തൃശ്ശൂർ എന്നുള്ള യാത്രയിൽ വഴികളൊക്കെ കുറേയൊക്കെ നല്ലതായിരുന്നു. അതിനെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മണ്ണാർക്കാട് കുറച്ചൊക്കെ വഴി സൂപ്പറായിരുന്നു. പിന്നെ ചുരം വരെ ടാറിൻ്റെ ഒരു തരി കാണാത്തിരി ബുദ്ധിമുട്ടാണ്. കണ്ടിട്ട് എന്തോ പണിയൊക്കെ നടത്താനുള്ള പുറപ്പാടാൻ തോന്നുന്നുണ്ട്. ഇനി വരുമ്പോഴേക്കും ഓക്കെ മതി. ശരിക്കും പറഞ്ഞാൽ യാത്രയുടെ എല്ലാ സുഖം കളഞ്ഞു അതിലങ്ങോട്ട് വന്നപ്പോൾ. പിന്നെ നമ്മുടെ ചുരത്തിൽ ടാറൊക്കെ ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടല്ലോ, ഗട്ടറോളൊക്കെ കുറവാണ്. മിക്കയിടത്ത് ഗട്ടറോളൊക്കെ പാച്ച് ചെയ്തിട്ട് അത് പൊന്തി നിൽക്കണം. അത് നോക്കണം, ഇങ്ങനെ വണ്ടി കയറി ഇറങ്ങുമ്പോഴേ ഒരു സുഖമില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ കോളിസിൻ്റെ ഒരു മിസ്റ്റേക്ക് ഇതിൽ കാണിക്കും കുറച്ചും കൂടി. സസ്പെൻഷൻ ലീഫല്ലേ വരുന്നത്. മറ്റുള്ള വണ്ടികൾക്ക് ഇത്രയും കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത്. എന്താണെന്നറിയില്ല, എന്തായാലും ആവട്ടെ. അതൊക്കെ കൊണ്ട് ഈ വീഡിയോ എടുത്തങ്ങൾ ശരിയായിട്ടില്ല. നല്ല രീതിയിൽ ഷേക്ക് തോന്നിക്കുന്നുണ്ട്. ഈ 5 മിനിറ്റിൻ്റെ വീഡിയോ ഏകദേശം അങ്ങനെ തന്നെയാണ്. അപ്പോൾ പറ്റുമെങ്കിൽ കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ അട്ടപ്പാടിയിൽ ആനക്കട്ടി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അപ്പോൾ അവിടം വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ കാണിക്കുന്നത്. അവിടം വരെ നേരത്തെ പറഞ്ഞ പോലെ ഈ റോഡ് ഇങ്ങനെ തന്നെയാണ്. എന്തൊക്കെയായാലും അവിടം വരെയുള്ള അനുഭവങ്ങളും കാഴ്ചകളും നമുക്ക് എന്താണെന്ന് നോക്കാം. റോഡ് ഇങ്ങനെയായാലും സൈഡൊക്കെ അത്യാവശ്യം കട്ടക്കാടാണ്. കാടിൻ്റെ ഒക്കെ ഒരു ഡാർക്ക് ഫീലിംഗ് നമുക്കിവിടെ ചില ഭാഗങ്ങളിൽ കിട്ടും. അപ്പോൾ ആ ഡാർക്ക് ഫീലിങ്ങിലൂടെ വന്ന് ഇവിടെ നമുക്ക് നല്ലൊരു വെളിച്ചുള്ള ഭാഗം കിട്ടും. ഈ ഭാഗം ഇവിടുത്തെ ഒരു ഫേമസ് എയർപിന്നാണ് നമ്മൾ പോയി കയറുന്നത്. ഈ എയർപിൻ അങ്ങോട്ട് കയറുമ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ നല്ല പടങ്ങൾ വെച്ചിട്ട് നല്ല ലുക്കായിട്ട് ഇപ്പോൾ ആ നേരെ കാണുന്ന വളവ് കണ്ട. അപ്പോൾ ആ വളവിൻ്റെ അവിടെ ഒന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നല്ല വ്യൂ ഒക്കെ ഒന്ന് കാണാം. നമ്മളെന്തായാലും ഇറങ്ങണില്ല അവിടെ, നമുക്ക് നിർത്താനൊരു മടി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കിട്ടിയ ആനിമൽസ് ആയിട്ട് കുരങ്ങന്മാർ കണ്ടില്ലേ റോഡിൽ നിൽക്കുന്നത്. ഇവിടെയൊക്കെ ഇപ്പോൾ അത് മാത്രമേ കാണുള്ളൂ. അല്ലെങ്കിൽ മിക്ക ചുരങ്ങളിലും കുരങ്ങന്മാരെ കാഴ്ചകളാണ് നമുക്ക് കൂടുതൽ കിട്ടുക. അതായത് ഈ ചുരം റോഡിലൊക്കെ വണ്ടിക്കാരൊക്കെ എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കുകയെ അതൊക്കെ പൊതിച്ചിട്ടുണ്ട് ഈ ചുരം റോഡിൽ ഇവരധികം കാണുന്നത്. അപ്പോൾ നമ്മൾ ചുരമൊക്കെ ഏകദേശം കുറേ കയറി മുക്കാലി എന്ന് പറഞ്ഞ ചെക്ക് പോസ്റ്റ് കിട്ടും. അതെന്താ കഴിഞ്ഞു പോയത്. ഇപ്പോൾ ഒരു ചെറിയൊരു കെട്ടിടം കണ്ടില്ലേ. ഈ ചെക്ക് പോസ്റ്റാണ് നമ്മുടെ മാസ സിനിമയായ അയ്യപ്പനും കോശില്ലേ തുടക്കത്തിൽ കാണിക്കുന്നുണ്ട്. ഒരു ഊഹം വെച്ച് പറഞ്ഞിട്ടാ, ഇനിയിപ്പോൾ അതാണോന്ന് അറിയില്ല. പിന്നെ ആ ഫോറസ്റ്റും ചെക്ക് പോസ്റ്റൊക്കെ കടന്ന് കുറച്ച് ആൾപ്പെരുമാറ്റുള്ള ഭാഗത്തേക്ക് എത്തുന്നത്. ഇവിടെ അത്യാവശ്യം കടകളൊക്കെ ആയിട്ട് ഒരു ജംഗ്ഷൻ പോലെ സ്ഥലം. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേരാണ് മുക്കാലി. നമ്മൾ നേരത്തെ മുക്കാലി ചെക്ക് പോസ്റ്റ് കണ്ടു. അത് കഴിഞ്ഞിട്ട് കിട്ടുന്നതാണ് ഈ ഒരു ഭാഗം. ലെഫ്റ്റിലേക്ക് റോഡ് പോകണുണ്ടാ, അതാണ് അട്ടപ്പാടിയിലെ സൈലന്റ് വാലി. അവിടേക്ക് പോണ വഴിയാണത്. അപ്പോൾ സൈലന്റ് വാലിക്ക് പോകണില്ലേ, നമ്മൾ സ്ട്രെയിറ്റ് ആനക്കട്ടി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതേ ഇങ്ങനത്തെ നല്ല മനോഹരമായ ഭാഗം കിട്ടും. നമ്മൾ പോണ റോഡിൻ്റെ സൈഡിൽ കൂടെ അട്ടപ്പാടിയിലെ ഭവാനിപ്പുഴ പോകണുണ്ട. അപ്പോൾ ഇതിൽ കുറുകിയ ഒരു ചെറിയൊരു പാലം പോകുന്നുണ്ട് അപ്പുറത്തേക്ക് കിടക്കാൻ. നമുക്ക് വേണമെങ്കിൽ ഒന്ന് വണ്ടിയൊക്കെ ഒന്ന് സൈഡാക്കിയിട്ട് നിങ്ങൾക്ക് അപ്പുറത്തേക്ക് ആ പാലം കൂടെ കിടക്കാം. ഞാൻ എന്തായാലും വരുമ്പോൾ ഇറങ്ങാന്ന് വെച്ചാൽ അവിടെ. പിന്നെ അതങ്ങോട്ട് കഴിഞ്ഞിട്ട് സൈഡിൽ നല്ല കൊക്കകളും മലനിരകളൊക്കെ ആയിട്ട് ഇങ്ങനത്തെ ഒരു ഭാഗം കിട്ടും. അപ്പോൾ ഈ പ്രത്യേക ഭംഗിയുള്ളൊരു ഭാഗം നമ്മുടെ അയ്യപ്പനും കോശിനും സിനിമയിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു ഭാഗം എത്തുന്ന റൈറ്റിലേക്ക് റോഡ് പോകണം. ആ റോഡ് തുടങ്ങുന്നിടത്ത് വെച്ച സീനുണ്ട്. അതെന്ന് വെച്ചാൽ അയ്യപ്പൻ നായർ കഥാപാത്രം കുട്ടമണി എന്ന് പറഞ്ഞ ഒരാളുടെ കട JCB കൊണ്ട് പൊളിക്കുന്ന തകർപ്പും ഭാഗമുണ്ട്. സിനിമ കണ്ടവർക്ക് അറിയാതെ ആ ഒരു ഭാഗം ഈ ആനക്കട്ടി റോഡിൽ പോകുമ്പോൾ കിട്ടും. ആ ഭാഗം ഇപ്പോൾ വീഡിയോ കാണിക്കാൻ പറ്റില്ല. നമ്മൾ ഈ സിനിമ ത്രില്ലടിച്ച് കണ്ടുവരികയാണെങ്കിൽ നമ്മൾ ഈ വീഡിയോ പറയുന്ന ചുരം തൊട്ട് ആനക്കട്ടി വരെയുള്ള റോഡില്ലേ 2-3 ഭാഗങ്ങൾ കണ്ടാൽ സിനിമയിലുള്ളതായി തോന്നിക്കും. പിന്നെ സിനിമയുടെ കാര്യമാണ്, നമ്മളിത് എങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഇതൊക്കെ നമ്മുടെ ഒരു ഊഹാണ്. എന്തായാലും ഈ റൂട്ടിൽ കിട്ടുന്ന അത്യാവശ്യം ഭംഗിയുള്ള ഒരു ഭാഗം. അപ്പോൾ കാടുകളൊക്കെ കഴിഞ്ഞത് ടൗണുകളായി. ഇവിടെ ഇപ്പോൾ വികസനമായി തോന്നിപ്പിച്ചത് അഗളി, ഗൂളിക്കടവ് എന്നീ സ്ഥലങ്ങളാണ്. ഇത് വരുന്നത് ഏകദേശം അടുത്തായിട്ട് വരുന്നുണ്ട് 2 സ്ഥലങ്ങളും. അപ്പോൾ നമ്മൾ പാസ് ചെയ്യുന്ന ഭാഗം അഗളി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും കോട്ടത്തറ എന്ന സ്ഥലം. കോട്ടത്തറ എന്ന സ്ഥലം പറയുമ്പോൾ അത്യാവശ്യം സൗകര്യങ്ങളുള്ള സ്ഥലം. കോട്ടത്തറയിൽ മാർക്കറ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അത് സിനിമയിൽ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ ആ മാർക്കറ്റ് ആയിരിക്കാം, നമ്മളൊന്നും ഉറപ്പിച്ച് പറയുന്നില്ല, അങ്ങോട്ട് പോകണമില്ല. എന്തായാലും ആ ഒരു സിനിമ കണ്ട ത്രില്ലാണ് കേട്ടാ അട്ടപ്പാടിക്ക് എത്തുന്നത്. ഇപ്പോഴല്ല കേട്ടാ സിനിമ ഇറങ്ങിയ അവസരം അട്ടപ്പാടിക്ക് എത്തണമെന്ന് തോന്നിച്ചത് ഈ സിനിമയാണ്. പിന്നെ നേരത്തെ പറഞ്ഞ കോട്ടത്തറ കഴിഞ്ഞ് ആനക്കട്ടിക്ക് പോകുമ്പോഴുള്ള റോഡും അതിൻ്റെ സൈഡ് കാഴ്ചകളിൽ കാണുന്നത്. കോട്ടത്തറ കഴിഞ്ഞാൽ പിന്നെ ടൗണുകൾ എന്ന് പറയുന്നത് പിന്നെ ആനക്കട്ടിയാണ്. അപ്പോൾ അതുവരെ വലിയ തിരക്കുകളും ബഹളവും ഇല്ലാത്ത റോഡും കാഴ്ചകളാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മുടെ കോളേജ് നമ്മുടെ സൈഡാക്കി ഒന്ന് കൈയും കാര്യം നിർത്തി ഇറങ്ങിയതാണ്. അപ്പോൾ അട്ടപ്പാടി വന്നിട്ട് നമുക്കൊരു ദിവസം സ്റ്റേ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഓരോ അറിയപ്പെടുന്ന സ്ഥലത്തും ഒന്ന് താമസിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ അട്ടപ്പാടിയിൽ ഇരുട്ട് വീഴാറായി തുടങ്ങി. താമസിക്കുന്നുണ്ടെങ്കിൽ റൂം നോക്കണ്ടേ. അപ്പോൾ അന്വേഷിച്ച് അങ്ങനെ ഒരു സ്ഥലം കണ്ടെത്തി. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം വീഡിയോ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. നമ്മൾ ഈ കാണുന്ന ഭാഗം ആനക്കട്ടി എത്തുന്ന ഭാഗമാണ്. അപ്പോൾ ഇതേപോലെ ആനക്കട്ടി വരെ വളരെ സൈലൻ്റ് ആയിട്ട് കടകളും ബഹളങ്ങളും ഒന്നും ഇല്ലാത്ത അത്യാവശ്യം നല്ല കാഴ്ചകളൊക്കെ ആയിട്ട് ഇതേപോലത്തെ ഏരിയകളാണ് കിട്ടുക. ഇരുട്ട് കൊണ്ട് ആനക്കട്ടി പോണില്ല. ആ ഭാഗങ്ങൾ അടുത്ത വീഡിയോയിൽ അത്യാവശ്യം നല്ല സ്റ്റേകൾ ആനക്കട്ടി റോഡിൽ കിട്ടും. പിറ്റേ ദിവസം എടുത്ത ഭാഗങ്ങൾ ഇതിലും കുറച്ചും കൂടി പ്രകൃതി മനോഹരമാണ്. അതുപോലെ ഷെയ്ക്കില്ലാതെ വീഡിയോ എടുത്തിട്ടും നന്നായി വിശ്വാസം. അതൊക്കെ നിങ്ങളിലേക്ക് എത്താൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്തിട്ടുള്ളൂ. പറഞ്ഞ 5 മിനിറ്റിൻ്റെ സമയമായി. എന്നാൽ പിന്നെ താങ്ക്സ് ഉണ്ട്.